നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഫണ്ടില്ല എന്ന് പറയുമ്പോഴും വനം വകുപ്പിന്റെ ധൂർത്ത്. കേരള സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ വെട്ടി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങി ചക്കക്കൊമ്പൻ. വെളുപ്പിന് 5 മണിക്കാണ് ആനയിറങ്കലിന് സമീപം ദേശീയപാതയിൽ ചക്കക്കൊമ്പൻ എത്തിയത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് തോടിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ചെക്ക് ഡാം വിദഗ്ധർ സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഫണ്ടില്ല എന്ന് പറയുമ്പോഴും വനം വകുപ്പിന്റെ ധൂർത്തിന്റെ തെളിവാണ് വെറും 7 ജീവനക്കാർ മാത്രമുള്ള ഒരു ഓഫീസ് മാറ്റി സ്ഥാപിക്കാൻ കോടികൾ ചെലവിടുന്നത്. നബാർഡിൽ നിന്നും 5.5 കോടി രൂപ വായ്പയെടുത്താണ് വനം വകുപ്പ് ഈ ധൂർത്ത് നടത്തുന്നത്. കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടിൽ ഇറങ്ങാതിരിക്കാൻ സോളാർ ഫെൻസിംഗും കിടങ്ങുകളും നിർമ്മിക്കുവാനുള്ള പദ്ധതികൾക്ക് വേണ്ടി ഫണ്ടുകൾ ചെലവഴിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന വനം വകുപ്പാണ് കോടികൾ മുടക്കി ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഓഫീസ് പീരുമേട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. ഇടുക്കി പൈനാവ് വെള്ളാപ്പാറയിൽ പ്രവർത്തിക്കുന്ന വനം വകുപ്പ് വിജിലൻസ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഓഫീസാണ് പീരുമേടിന് സമീപമുള്ള തട്ടത്തിക്കാനത്തേക്ക് മാറ്റുന്നത്. ഇതിനായി നബാർഡിൽ നിന്നും വായ്പയെടുക്കുന്നത് 5.35 കോടി രൂപയാണ്. എരുമേലി റേഞ്ചിൽ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ വരുന്ന 53.4 ഏക്കർ വിസ്തൃതിയുള്ള തട്ടത്തിക്കാനം റിസർവിലാണ് പുതിയ ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഓഫീസിലെ ജീവനക്കാരുടെ എണ്ണം ഒരു DFO ഉൾപ്പെടെ ആകെ 7 പേർ മാത്രമാണ് ഈ ഓഫീസിലുള്ളത്. ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച് നടത്തുന്ന ഈ നീക്കം ചില ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും വേണ്ടിയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. 25 വർഷമായിട്ട് ജില്ലാ ആസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ജില്ലാ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഓഫീസ്. അതിപ്പോൾ സ്വാർത്ഥ താല്പര്യത്താൽ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ സ്വാർത്ഥ താല്പര്യത്താൽ എന്തോ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത ഈ സമയത്ത് പോലും 5.5 കോടി രൂപ മുടക്കി, അതായത് ജില്ലാ ആസ്ഥാനത്ത് കോട്ടയം ഡിവിഷൻ്റെ കീഴിലുള്ള പീരുമേട് ഇടുക്കി എന്ന സ്ഥലത്ത് അത് മാറ്റിക്കൊണ്ട് തമിഴ്നാടിൻ്റെ ബോർഡറായ പീരുമേട്ടിൽ ഈ സ്ഥാപനം ജില്ലാ ആസ്ഥാനത്ത് ഈ സ്ഥാപനം കൊണ്ടുപോവുക. ഇപ്പോൾ അറിയാമല്ലോ, പഞ്ചിങ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ ഓഫീസിലും. ആ പഞ്ചിങ് സംവിധാനത്തിൽ റേഞ്ച് പോലും ഇല്ലാത്തൊരു വനത്തിലാണ് 52 ഏക്കർ സ്ഥലം മേടിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇവിടുന്ന് പോകുന്നത്. പൈനാവിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നാണ് ഓഫീസ് മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വനം മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഫയൽ അതിവേഗം നീങ്ങിയതെന്നും ആക്ഷേപമുണ്ട്. ഇടുക്കിയിൽ വനം വകുപ്പിന് സ്വന്തമായി നിരവധി കെട്ടിടങ്ങൾ ഉള്ളപ്പോഴാണ് കോടികൾ കടമെടുത്ത ഈ അനാവശ്യ ധൂർത്ത്. അഴിമതികൾ അന്വേഷിക്കേണ്ട വിജിലൻസ് വിഭാഗത്തിന് വേണ്ടി തന്നെയാണ് ഈ കൊള്ളയെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. സിറ്റി വിഷൻ ഇടുക്കി. ജനവാസ മേഖലയിൽ മനുഷ്യരെ ആക്രമിക്കുകയോ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുകയോ ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് നേരിട്ട് ഉത്തരവിടുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നതിനായി കേരള സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ വെട്ടി. വനമേഖലയിലുള്ളവരുടെ ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് സംസ്ഥാന സർക്കാർ ബില്ല് കൊണ്ടുവന്നതെങ്കിലും ഇത് പൂർണ്ണമായി തള്ളുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. നിലവിലുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ മതിയാകുമെന്ന നിർദ്ദേശത്തോടെയാണ് ബില്ലിനെ വനം പരിസ്ഥിതി മന്ത്രാലയം നിരാകരിച്ചത്. ലോക്സഭയിൽ അടൂർ പ്രകാശ് ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലാണ് സർക്കാരിന്റെ പ്രതികരണമുണ്ടായത്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് സംസ്ഥാനം പാസാക്കിയ കേരള വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്. രണ്ടാം പിണറായി സർക്കാർ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിക്ക് വിടണമെന്ന ശുപാർശയോടെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഗവർണർക്ക് അയച്ചത്. ശുപാർശയിൽ നീരസമുണ്ടായ ഗവർണർ 3 മാസത്തോളം പിടിച്ചുവെച്ച ശേഷമായിരുന്നു രാഷ്ട്രപതിക്ക് കൈമാറിയത്. കേന്ദ്ര സർക്കാരിനും ഇത് കൈമാറിയിരിക്കുന്നതായി സംസ്ഥാന സർക്കാരിന്റെ രേഖകളിൽ വ്യക്തമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ നിലവിലുള്ള നിയമത്തിൽ തന്നെ ഉള്ളതിനാൽ കേരളത്തിന്റെ ഭേദഗതി ബില്ലിനോട് യോജിക്കാനാവില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പിന്റെ അനുമതിയോടെ മുറിക്കാൻ കർഷകന് അനുവദിക്കുന്നതായിരുന്നു വനഭേദഗതി ബില്ലിലെ മറ്റൊരു പ്രധാന വ്യവസ്ഥ. വനസംരക്ഷണ പ്രദേശം എന്നിവയ്ക്ക് പുറത്തു കാണപ്പെടുന്ന വന്യമൃഗത്തെ മനുഷ്യജീവന് അപകടം എന്ന് കണക്കാക്കാം.
ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കളക്ടറുടെയോ മുഖ്യ വനസംരക്ഷണ അധികാരിയുടെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചു കൊല്ലാനോ മയക്കുവെടി വെക്കാനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിടാം. ഏതെങ്കിലും പ്രദേശത്ത് വന്യമൃഗത്തിന്റെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ ജനന നിയന്ത്രണത്തിന് നടപടി സ്വീകരിക്കുകയോ മാറ്റി പാർപ്പിക്കുകയോ ചെയ്യാം തുടങ്ങിയവയായിരുന്നു മറ്റു ശുപാർശകൾ. എന്നാൽ ഇതെല്ലാം നിരാകരിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങി ചക്കക്കൊമ്പൻ. വെളുപ്പിന് 5 മണിക്കാണ് ആനയിറങ്കലിന് സമീപം ദേശീയപാതയിൽ ചക്കക്കൊമ്പൻ എത്തിയത്. മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് സഞ്ചരിച്ചിരുന്ന ബസ് തടഞ്ഞു. 15 മിനിറ്റോളം ദേശീയപാതയിൽ നിലയുറപ്പിച്ച ചക്കക്കൊമ്പൻ പിന്മാറിയതിനു ശേഷമാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് തോട്ടിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ചെക്ക് ഡാം വിദഗ്ധർ സന്ദർശിച്ചു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ എഞ്ചിനീയർമാരാണ് സ്ഥലം സന്ദർശിച്ച് പരിശോധനകൾ നടത്തിയത്. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു. നെല്ലിപ്പാറ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി കാമാക്ഷി പാറക്കടവ് തൊട്ടിൽ നിർമ്മിച്ച ചെക്ക് ഡാമിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ മഴയിൽ പ്രദേശത്ത് വൻ പ്രളയമുണ്ടാവുകയും സമീപത്തെ വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കാൻ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ എഞ്ചിനീയർമാർ സ്ഥലം സന്ദർശിച്ച് പരിശോധിക്കുകയും പഞ്ചായത്ത് അധികൃതരുമായി ചർച്ചകളും നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിൽ പാറക്കടവ് പ്രദേശത്തുണ്ടായ വെള്ളക്കെട്ട് പ്രദേശം മൂന്നാമത്തെ പ്രാവശ്യം സന്ദർശിച്ചു. അവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചത് കിറ്റ്കിൻ്റെ നേതൃത്വത്തിൽ മൈക്രോ ജല സേവന പദ്ധതിയുടെ കീഴിലായിരുന്നു. അപ്പം കിറ്റ്കിൻ്റെ ആളുകൾ എഞ്ചിനീയേഴ്സ് അടക്കം ഇന്നിവിടെ രാവിലെ ഒന്ന് പരിശോധന നടത്തുകയും ഞങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നിലവിലുള്ള തോടിൽ നിന്ന് കുറച്ചുകൂടി വീതി കൂട്ടി നിലവിലുള്ള ആ തോടിൻ്റെ കെട്ട് ഒരു 1.65 മീറ്റർ വീതിയിലെടുത്ത് ഇരു സൈഡും ഒരു പാലത്തിന്റെ ആവശ്യമായ ഫണ്ട് വകയിരുത്തി എസ്റ്റിമേറ്റിൽ ഭേദഗതികൾ വരുത്തി ചെക്ക് ഡാം പുതുക്കി പണിയുന്നതിനും തോടിന് വേണ്ടത്ര സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനും ധാരണയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കാട്ടുപാലം, പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ തോമസ്, അഡ്വക്കേറ്റ് ഷൈബിൻ തോമസ് എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പദ്ധതിയുടെ ഗുണഭോക്താക്കളും നാട്ടുകാരും പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ച ജീവൻ രക്ഷിച്ചു. പിതാവിനും 12 വയസ്സുകാരനായ മകനും കാളിയാർ പോലീസിന്റെ ആദരവ്. കേന്ദ്ര സർക്കാരിന്റെ ഗതാഗത മന്ത്രാലയം രാഹ്വീർ പദ്ധതിയിലൂടെ നൽകുന്ന 25,000 രൂപ അപകടത്തിൽപ്പെട്ട റെജികുമാറിന് തന്നെ നൽകുമെന്ന് ബേബി അറിയിച്ചു. 2025-ലായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് റോഡരികിൽ ബോധരഹിതനായി കിടന്നയാളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച ജീവൻ രക്ഷിച്ച പിതാവിനും മകനും കാളിയാർ പോലീസിന്റെ ആദരം. വണ്ണപ്പുറം സ്വദേശിയും വൈദ്യനുമായ പുതുപ്പറമ്പിൽ ബേബിയും 12 വയസ്സുകാരനായ മകൻ ആൽഫ്രഡുമാണ് മനുഷ്യത്വപരമായ ഇടപെടലിലൂടെ റെജികുമാറിന്റെ ജീവൻ രക്ഷിച്ചത്. 2025 നവംബർ 16-ന് രാത്രി വണ്ടമറ്റം ബൈപ്പാസിലായിരുന്നു സംഭവം. തൊടുപുഴ സ്വദേശി റെജികുമാർ ബൈക്ക് അപകടത്തിൽപ്പെട്ട് റോഡിൽ ബോധരഹിതനായി കിടക്കുന്നത് ഇതുവഴി വന്ന ബേബിയും മകൻ ആൽഫ്രഡും കാണുകയായിരുന്നു. ഉടൻ തന്നെ ഇരുവരും ചേർന്ന് റെജികുമാറിനെ മുതലക്കുടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരിയിലേക്ക് മാറ്റി. ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിലാണ് റെജികുമാർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. റോഡ് അപകടത്തിൽപ്പെട്ടവരെ ഗോൾഡൻ അവറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രാഹ്വീർ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന 25,000 രൂപയുടെ പാരിതോഷികം പിന്നീട് ബേബിയെ തേടി എത്തുകയായിരുന്നു. കാളിയാർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ബേബിയെയും മകൻ ആൽഫ്രഡിനെയും പോലീസ് ഉദ്യോഗസ്ഥർ ആദരിച്ചു. എന്നാൽ തനിക്ക് ലഭിച്ച 25,000 രൂപ സ്വന്തമായി സ്വീകരിക്കുന്നതിന് പകരം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ റെജികുമാറിന് തന്നെ നൽകുന്നുവെന്ന് ബേബി അറിയിച്ചു. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് റെജികുമാറെന്നും അതിനാലാണ് പാരിതോഷിക തുക അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചതെന്നും ബേബി പറഞ്ഞു. മനുഷ്യത്വം മരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബേബിയും മകൻ ആൽഫ്രഡും കാണിച്ച ഇടപെടലും പിന്നീട് പാരിതോഷിക തുക പോലും അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് നൽകാനുള്ള തീരുമാനവും സമൂഹത്തിന് മാതൃകയാണെന്ന് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സജി പോൾ പറഞ്ഞു. അദ്ദേഹത്തിന് പലരും ആ വഴി പോയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും വൈദ്യുതി വളരെ ക്ഷീണിതനാണെങ്കിലും വളരെ വൈകിയ സമയമാണെങ്കിലും അവിടെ വണ്ടി നിർത്തി അവരെ അദ്ദേഹത്തെ കയറ്റി പ്രഥമ ശുശ്രൂഷ എല്ലാം ചെയ്ത് ആശുപത്രിയിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അത് തീർച്ചയായും വലിയ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മുടെ സമൂഹം കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ഇദ്ദേഹത്തിന് കാളിയാർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിഷ്ണു വി
ബിജു വർഗീസ്, സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ നിഷാദ് PP, ജയേഷ് ഭാസ്കരൻ, ബിനു ജെ മാറാട്ട്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ സുബൈ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൈനമ്മ ജോസഫ്, വ്യാപാരി വ്യവസായി സമിതി വണ്ണപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, സെക്രട്ടറി നൌഷാദ് മലനാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ CITU പാറത്തോട് ബ്രാഞ്ചിന്റെ 15ാമത് വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം HRT യൂണിയൻ പ്രസിഡന്റ് VN മോഹൻ ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആഗോളവൽക്കരണ, സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുകയും നിലവിലുള്ള തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി തിരിച്ച തൊഴിലവകാശങ്ങൾ കവർന്നുകൊണ്ടും തൊഴിലാളി ദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും സംസ്ഥാനത്തെ UDF ഗവൺമെന്റ് 2 മാസം കൊണ്ട് സമസ്ത മേഖലകളെയും പിന്നോട്ടടിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചതായും സമ്മേളനം കുറ്റപ്പെടുത്തി. പാറത്തോട്ടിൽ നടന്ന സമ്മേളനം HRT യൂണിയൻ പ്രസിഡന്റ് VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പണിയെടുക്കുന്ന, ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഒരു കാലഘട്ടത്തിൽ മിനിമം വേജസ് ഉണ്ടായിരുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നോ? സർക്കാരുകൾ അപ്പൊ കൊത്തടിമകളെ പോലെ അടിമത്ത സമാനമായ ജീവിതം നയിക്കുന്ന തൊഴിലാളികളെ ട്രേഡ് യൂണിയൻ അംഗങ്ങളാക്കുക മാത്രമല്ല, ആ ട്രേഡ് യൂണിയൻ അംഗങ്ങളാക്കിയിട്ടുള്ള തൊഴിലാളികൾക്ക് നിയമപുസ്തകത്തിൽ പറയുന്ന സൽഗകൾ, ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ മുൻപന്തിയിൽ നിന്ന് പോരാട്ടം സംഘടിപ്പിച്ച യൂണിയനാണ് CITU. ഓ, ചട്ടം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം അല്ലേ, അതിലെ ചട്ടം എഴുതി വെച്ചിരിക്കും. അന്നേക്കും ചട്ടം എഴുതി വെച്ചിരുന്നത്, ഇപ്പോൾ ചട്ടം എന്താ എഴുതി വെച്ചിരുന്നത് അല്ലേ? അപ്പോൾ പുസ്തകത്തിൽ ചട്ടം എഴുതി വെച്ചാൽ നമുക്ക് ശലുകൾ കിടക്കണമെന്നുണ്ടോ? ഇല്ല. യോഗത്തിൽ ബ്രാഞ്ച് പ്രസിഡന്റ് S സുധാകർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TJ ജോമോൻ, നേതാക്കളായ VA കുഞ്ഞുമോൻ, MN ഹരിക്കുട്ടൻ, P രാജാറാം, ജിമ്മി ജോർജ, VX ആൽബിൻ, VP ചാക്കോ, S വേലുസ്വാമി, പരിമളം ജയ് ഗണേശ, PS രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ പൂപ്പാറ. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ് സ്റ്റേഷന് സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. കർക്കിടക വാവ് ബലിക്ക് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് കർക്കിടക വാവ് ബലി. പുലർച്ചെ 5:30 മുതലാണ് ബലിതർപ്പണം ആരംഭിക്കുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. പെരിയാറിന്റെ തീരത്ത് ശാസ്താ ചൈതന്യം പ്രഭചൊരിഞ്ഞു പ്രശോഭിക്കുന്ന പുണ്യ പുരാതന ക്ഷേത്രത്തിൽ കർക്കിടകം 27-ാം തീയതി ഓഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ 5:30 മുതൽ കർക്കിടക വാവ് ബലിയും പിതൃ സായുജ്യ പൂജയും തിലഹവനവും നടക്കും. ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനെത്താൻ യാത്രാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പിതൃതർപ്പണത്തിന് പുകൾപെറ്റ നദിയാണ് പെരിയാർ. പെരിയാറിന്റെ തീരത്തുള്ള പുണ്യപുരാതന ശാസ്താ ക്ഷേത്രമാണ് അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അതിനാൽ ഓരോ വർഷവും ഇവിടെ നൂറുകണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. ക്ഷേത്രം പുതുക്കിപ്പണിത വില്ലാളി വീരന്റെ പഞ്ചലോഹ പ്രതിഷ്ഠയ്ക്കും ശേഷം എത്തുന്ന രണ്ടാമത്തെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറെയാണ്. പെരിയാറ്റിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമില്ലെന്ന പ്രത്യേകതയുമുണ്ട്. ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ വരുവാൻ ക്ഷേത്രം ഭരണസമിതി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി. ഉപ്പുതറ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കാക്കത്തോട്ടത്തിൽ കടത്തുവള്ളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കട്ടപ്പന ഭാഗത്തു നിന്നുള്ളവർക്ക് കോഴിമല റോഡ് വഴി ക്ഷേത്രത്തിന് സമീപത്ത് വാഹനത്തിൽ എത്താവുന്ന രീതിയിലാണ് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണം പുലർച്ചെ 5:30 ആരംഭിക്കും. കർക്കിടകം 1 മുതൽ കർക്കിടക മാസ രാമായണ മാസാചരണം നടന്നു വരികയാണ്. ഓഗസ്റ്റ് 16 വരെയാണ് രാമായണ പാരായണം നടക്കുക. ബലിതർപ്പണത്തിന് ശേഷം പുലർച്ചെ മുതൽ ഔഷധക്കഞ്ഞി സേവയ്ക്കും ക്ഷേത്രം ഭരണസമിതി നടപടി സ്വീകരിച്ചു. വാവുബലി ദർപ്പണത്തോടൊപ്പം തിലകവഹനത്തിനും സായുജ്യ പൂജയും ക്ഷേത്രത്തിൽ നടക്കും. കർക്കിടക വാവുബലി വിപുലമായ ഒരുക്കങ്ങളാണ് ഭരണസമിതി നടത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ കർക്കിടക വാവുബലി വിതർപ്പണം വരുന്ന ബുധനാഴ്ച 12-ാം തീയതി വെളുപ്പിനെ 5:30 തന്നെ ആരംഭിക്കുന്നതാണ്. ബലിതർപ്പണത്തിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനായ യജ്ഞാചാര്യൻ TK രാജു അവറുകളാണ് ഈ വർഷത്തെ ബലിതർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ബലിതർപ്പണം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തിലഹോമം, സായുജ്യ പൂജ, ഇത് ക്ഷേത്ര സന്നിധിയിൽ വേറെ എക്സ്ട്രാ ശാന്തിമാരുടെ ഹോമമുണ്ടൊക്കെ അത് സമർപ്പിക്കുന്ന നടക്കുന്നുണ്ട്. 16-ാം തീയതി ക്ഷേത്രാങ്കണത്തിൽ ഓണസദ്യയും അന്നേ ദിവസം നിർധനരായ 100 പേർക്ക് അരി വിതരണവും നടത്തും. 16-ന് ക്ഷേത്രത്തിൽ രക്ഷാബന്ധന മഹോത്സവവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ഷാജി KA, സെക്രട്ടറി MS പ്രശാന്ത, ജോയിന്റ് സെക്രട്ടറി രാജേഷ് VK, മണികണ്ഠൻ PC, സജി ചന്ദ്രൻ, സലി ചന്ദ്രൻ, ദിലീപ് വലിയ വീട്ടിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. രാജാക്കാട് ഗ്രാമപഞ്ചായത്തും വിവിധ സംഘടനകളും ചേർന്ന് രാജ്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 15-ന് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വർണ്ണാഭമായ റാലിയും പൊതുസമ്മേളനവും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതത്തിന്റെ 80-ാം സ്വാതന്ത്ര്യദിനം പ്രൗഢഗംഭീരമായി ആഘോഷിക്കുവാനൊരുങ്ങി രാജാക്കാട് ഗ്രാമപഞ്ചായത്തും മർച്ചന്റ് അസോസിയേഷൻ, കുടുംബശ്രീ, വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും മർച്ചന്റ് അസോസിയേഷന്റെയും കുടുംബശ്രീകളുടെയും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ സംഘടനയുടെയും വിവിധ തൊഴിലാളി യൂണിയനുകളുടെയും ICDSന്റെയും സ്കൂൾ കോളേജുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവും സാംസ്കാരിക റാലിയും പൊതുസമ്മേളനവും നടക്കുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി കൃത്യം 9:30 സമയത്ത് പതാക ഉയർത്തി റാലി പുറപ്പെടുകയും രാജാക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് റാലി
ഓഗസ്റ്റ് 15 രാവിലെ 9:30 രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് 10 മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും വിവിധ പ്ലോട്ടുകളുടെയും അകമ്പടിയോടെ സ്വാതന്ത്ര്യദിന റാലി ആരംഭിക്കും. ടൗൺ ചുറ്റി SNDP ജംഗ്ഷനിലെ സമ്മേളന നഗറിൽ റാലി സമാപിക്കും. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക റാലി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്നും രാവിലെ 9:30 ആരംഭിച്ച് അത് സെൻട്രൽ ജംഗ്ഷനിൽ വന്നിച്ച് നമ്മുടെ മാങ്ങാത്തൊട്ടി ജംഗ്ഷനിലുള്ള പമ്പിൻ്റെ അവിടെ തിരിച്ച് ടൗണിൻ്റെ ബസ് സ്റ്റാൻഡ് വഴി വന്ന് ടൗണിൻ്റെ സെൻട്രലാണ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അവിടെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പന്തൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ എല്ലാ ആളുകളുടെയും ഒരു വലിയൊരു പ്രാതിനിധ്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്കിന്ന് ട്രാഫിക്കിൻ്റെ ഒരു ചെറിയ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. വണ്ടികൾ ആ സമയത്ത് നമ്മുടെ ബൈപ്പാസ് വഴി വേണം വണ്ടികളെല്ലാം ഒന്ന് കടന്നു പോകാനായിട്ട്. പഞ്ചായത്ത് വലിയ ഉത്സാഹത്തോടു കൂടിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. രാജാക്കാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 9:30 ആരംഭിക്കുന്ന 10 മണിക്ക് ആരംഭിക്കുന്ന റാലി ടൗണിൽ വലിയ ആവേശമാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് നടക്കുന്ന സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ ദേവികുളം സബ് കളക്ടർ VM ആര്യ IAS സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. റാലിയിൽ അണിനിരക്കുന്ന മികച്ച വാർഡുകൾക്കും സ്ഥാപനങ്ങൾക്കും ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും. ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ 10 മുതൽ 11:30 വരെ രാജാക്കാട് ടൗണിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലക്കാനം ഭാഗത്തു നിന്ന് രാജകുമാരിക്ക് പോകേണ്ട യാത്രാ ബസ് ഒഴികെയുള്ള വാഹനങ്ങൾ വലിയകണ്ടം പുന്നസിറ്റി റോഡ് വഴിയും പൊന്മുടി കുത്തുങ്കൽ ഭാഗത്തേക്ക് നിന്നുള്ള വാഹനങ്ങൾ ബൈപ്പാസ് അടിവാരം റോഡ് വഴിയും തിരിച്ചുവിടുമെന്ന ഭാരവാഹികൾ വ്യക്തമാക്കി. കൺവീനർ VS ബിജു, കോർഡിനേറ്റർ ബെന്നി പാലക്കാട്, ജനപ്രതിനിധികളായ G ശങ്കർകുമാർ, ബിപിൻ C അഗസ്റ്റിൻ, P രാജാറാം തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാടിന്റെ ഐക്യം വിളംബരം ചെയ്യുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് രാജാക്കാട്. സിറ്റി വിഷൻ രാജാക്കാട്. കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സാമൂഹിക സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. മുരിക്കിൻതൊട്ടി മരിയാറ്റ് പാരിഷ് ഹാൾ സംഘടിപ്പിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ് നിർമ്മിച്ചു നൽകുന്ന പുതിയ ഭവനത്തിന്റെ താക്കോൽ ദാനവും നിർവഹിക്കപ്പെട്ടു. 4 വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിറവിൽ കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ വാർഷിക ആഘോഷവും കുടുംബ സംഗമവും പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. മുരിക്കിൻതൊട്ടി മരിയാറ്റ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് GLT കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ സാംസൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം, ആ തിരിച്ചറിവിന്റെ റെക്കഗ്നീഷന്റെ ഒരു സന്തോഷം അത് ചെയ്യുന്നില്ല. ക്ലബിന്റെ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും ഇതോടൊപ്പം നടന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. നിങ്ങളൊക്കെ ലയൺസ് ക്ലബിന്റെ പ്രവർത്തകർ അറിവാണ്. ഇതൊരു കൂട്ടായ്മ. ഇപ്പോൾ സാറിന്റെ പ്രസംഗത്തിൽ സാർ പറയും മാനേജ് സോഷ്യലായി മനുഷ്യരുടെ സാമൂഹിക അല്ലെങ്കിൽ സമൂഹ ജീവിതം ഒന്നിച്ചു പോകുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വിജയവും അതോടൊപ്പം അവരുടെ നഷ്ടവും. റോബിൻസൺ ക്രൂസോ കപ്പൽ തകർന്ന് ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് ജീവിച്ചവർ അക്കാലത്ത് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യന്റെ ഒരു കൂട്ടായ്മയാണ് എപ്പോഴും സമൂഹത്തെ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സഹായങ്ങളും പൊതുസ്ഥാപനങ്ങളുടെ പിന്തുണയും ഉൾപ്പെടെ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് 4 വർഷത്തിനിടെ ക്ലബ്ബ് നടപ്പിലാക്കിയത്. ചടങ്ങിൽ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും നടന്നു. ജിക്സൺ AJ ആറ്റാശ്ശേരിയിൽ പ്രസിഡന്റായും ബേസിൽ സജി പയ്യാലിയിൽ സെക്രട്ടറിയായും ബേസിൽ T ജോസ് തൂവൽ ട്രഷററായിട്ടുമുള്ള ഭരണസമിതി ചുമതലയേറ്റു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു.
വനിതാ ഫോറം പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും യോഗത്തിൽ സംഘടിപ്പിച്ചു. നിലവിലെ ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഷൈനു സുകേഷ്, പ്രവീൺ കുമാർ, VR രാജേഷ്, ബേസിൽ തോലാനിക്കുന്നൽ, ജോർജ് അരീപ്ലായ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ പുതിയ ഭരണസമിതി നാടിന്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ്. സിറ്റി വിഷൻ രാജകുമാരി. രാജകുമാരിയിൽ 26 അംഗങ്ങളുമായി പുതിയ റോട്ടറി ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനത്തോടൊപ്പം പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഡയാലിസിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും നടന്നു. രാജകുമാരിയുടെ സാമൂഹ്യ സേവന രംഗത്തേക്ക് പുതിയ കാൽവെപ്പുമായി റോട്ടറി ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. 30ഓളം അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി ചാക്കോ നിർവഹിച്ചു. New Rotary Club of the district Rotary 2024, and this is the 106th club of our district 3205, which comprises in 3 revenue districts spread across from Kittur, Idiki, and Ernakulam. So, my dear members of Rajkumari, congratulations to all of you. You are not simply the newest Rotary Club in our district, but രാജകുമാരി ദൈവമാതാ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭരണസമിതിയുടെയും അംഗങ്ങളുടെയും സ്ഥാനാരോഹണവും നടന്നു. ഡോൺ ബേസിൽ കുര്യൻ പ്രസിഡന്റായും KM സാജു സെക്രട്ടറിയായും ബിനോയ് ചെറുപുഷ്പം ട്രഷററുമായിട്ടുള്ള ഭരണസമിതി ചുമതലയേറ്റു. രാജാക്കാട് റോട്ടറി ക്ലബിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് രാജകുമാരിയിൽ പുതിയ ക്ലബ്ബ് രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചത്. ക്ലബിന്റെ തുടക്കത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിത്തുപാകി. ഡയാലിസിസ് രോഗികൾക്കായി 1 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി കാരുണ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നിർവഹിച്ചു. രാജാക്കാട് റോട്ടറി ക്ലബ് പ്രസിഡന്റ് KR ബിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രദേശത്തെ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ, വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി, ഡിസ്ട്രിക്ട് ചെയർമാൻ ടോം P ജോസഫ്, കൗൺസിലർ നൈജു ആന്റണി, യൂനസ് സിദ്ദിഖ്, ഷാജി ചുള്ളിയാട്ട്, മനോജ് ഫിലിപ്പ്, KG രാജേഷ് തുടങ്ങിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര മേഖലകളിലെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. കാരുണ്യത്തിന്റെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് രാജകുമാരിയിൽ റോട്ടറി ക്ലബ്ബ് നാടിന്റെ നന്മയ്ക്കായുള്ള സേവന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. സിറ്റി വിഷൻ രാജകുമാരി. എമർജ് ഹോ കട്ടപ്പന ചാപ്റ്റർ ഉദ്ഘാടനം ഓഗസ്റ്റ് 13 വള്ളക്കടവ് CBS ഗാർഡനിൽ നടക്കും. ബഹുമാനപ്പെട്ട ഇടുക്കി MLA ശ്രീ റോയ് K പൗലോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംരംഭകർക്ക് പരസ്പര പിന്തുണയും പുതിയ വളർച്ചാ അവസരങ്ങളും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖ ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ എമർജ് ബിസിനസ് ഫോറത്തിന്റെ കട്ടപ്പന ചാപ്റ്ററായ എമർജ് ഹോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആഗസ്റ്റ് 13 വള്ളക്കടവ് CBS ഗാർഡനിൽ വെച്ച് നടത്തും. വൈകുന്നേരം 5 മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പരസ്പര പിന്തുണയും പുതിയ വളർച്ചാ അവസരങ്ങളും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖ ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ എമർജ് ബിസിനസ് ഫോറത്തിന്റെ കട്ടപ്പന ചാപ്റ്ററായ എമർജ് ഹോക്സ് ഔദ്യോഗിക ഉദ്ഘാടനം ആഗസ്റ്റ് 13, 2026 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് CBS ഗാർഡനിൽ വെച്ച് നടക്കുകയാണ്. കട്ടപ്പനയുടെ ബിസിനസ് രംഗത്ത് പുതിയൊരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ അതിഥികളായി പങ്കെടുക്കും. കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴി ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് പ്രത്യേക അതിഥിയായും എമർജ് ഫൗണ്ടേഷൻ ആൻഡ് CEO ബിമൽ പ്രകാശ് മുഖ്യ പ്രഭാഷണവും നടത്തും. സംസാരിക്കുന്നത് ഇപ്പം നമുക്ക് മന്ത്ലി 2 മോർണിംഗ് മീറ്റിങ്ങുകളുണ്ട്. അവിടെ വന്ന് പങ്കെടുത്ത് നമ്മളുടെ ബിസിനസ്സിനെ പ്രസന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതൊരു ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരു ബിസിനസ്സുകാരന് മാത്രമേ ഈ ഫോറത്തിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പം അത് എക്സ്ക്ലൂസിവിറ്റി ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇപ്പം ഒരു ഫർണിച്ചർ ബിസിനസ്സുകാരൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഫർണിച്ചർ ബിസിനസ്സുകാരനെ ഇതിൽ സംരംഭകർ തമ്മിൽ ബന്ധപ്പെടുവാനും പരസ്പരം സഹകരിക്കുവാനും ബിസിനസ് വളർത്തുവാനും സഹായിക്കുന്ന വിശ്വസ്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് എമർജ് ഹോക്ക് കട്ടപ്പനയിലൂടെ ലക്ഷ്യമിടുന്നത്. 1 മെമ്പർ 1 കാറ്റഗറി എന്ന പ്രത്യേകതയിലൂടെ ഒരേ ബിസിനസ് വിഭാഗത്തിൽ നിന്നുള്ള മത്സരം ഒഴിവാക്കാനും അംഗങ്ങൾക്ക് മികച്ച റഫറലുകളും ബിസിനസ് വളർച്ചയ്ക്ക് ഉറപ്പാക്കാനും ഈ കൂട്ടായ്മ സഹായിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഗോപിനാഥൻ നാരായണൻ, വൈസ് പ്രസിഡന്റ് അനൂപ് വിശ്വംഭരൻ, സെക്രട്ടറി മാത്യൂസ് വർക്കിച്ചൻ,
ജോജോ കുമ്പളത്താനം, ഏബിൾ സനൂപ, ശ്യാം എസ്, ജിനുസി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇടുക്കി രൂപതയുടെ 6ാമത് മരിയൻ കാൽനട തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സെപ്റ്റംബർ 5-ന് രാജാക്കാട് ക്രിസ്തുരാജ പള്ളിയിൽ നിന്ന് രാജകുമാരി ദേവമാതാ പള്ളിയിലേക്ക് നടക്കുന്ന തീർത്ഥാടനത്തിനായി 100-അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളോടനുബന്ധിച്ചുള്ള 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരക്കും. ഇടുക്കി രൂപതയുടെ 6ാമത് മരിയൻ കാൽനട തീർത്ഥാടനത്തിന് കളമൊരുങ്ങി. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളിനൊരുക്കമായുള്ള 8 നോമ്പിനോടനുബന്ധിച്ചാണ് രാജകുമാരി ദൈവമാതാ പള്ളിയിലേക്ക് ഭക്തി നിർഭരമായ കാൽനട തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത്. തീർത്ഥാടനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി രാജാക്കാട് ക്രിസ്തുരാജ പള്ളിയിൽ ചേർന്ന യോഗത്തിൽ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു. രൂപതയുടെ ആത്മീയ ഉണർവിനും പൊതുസമൂഹത്തിലെ നന്മയുടെ വളർച്ചയ്ക്കും ഈ തീർത്ഥാടനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ നടത്തുന്ന വലിയൊരു ആത്മീയ യാത്രയാണ് നമ്മുടെ രാജകുമാരി തീർത്ഥാടനം. അനേകായിരങ്ങൾ ഈ തീർത്ഥാടനത്തിൽ കാൽനടയായും ആത്മീയമായും അതുപോലെ തന്നെ മാധ്യമങ്ങൾ വഴിയുമെല്ലാം പങ്കുചേരുന്നുണ്ട്. രൂപത വികാരി ജനറൽ മോൺ അബ്രഹാം പുറയാറ്റ് ചെയർമാനായും മോൺ ജോസ് നരിതൂക്കിൽ ജനറൽ കൺവീനറായും കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, ഫാദർ ആന്റണി പനച്ചിക്കൽ എന്നിവരാണ് കൺവീനർമാർ. സെപ്റ്റംബർ 5-ന് ശനിയാഴ്ച രാവിലെ 9:30-ന് രാജാക്കാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം ഉച്ചയോടെ രാജകുമാരിയിലെത്തും. രൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും വിവിധ ഇടവകകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളും തീർത്ഥാടനത്തിൽ പങ്കാളികളാകും. ഉച്ചയ്ക്ക് രാജകുമാരിയിലെത്തുന്ന തീർത്ഥാടകർക്കായി തൃശൂർ അതിരൂപത മെത്രോപോലിത്ത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകും. എത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 5-ന് നടക്കുന്ന കാൽനട തീർത്ഥാടനത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഫണ്ടില്ല എന്ന് പറയുമ്പോഴും വനം വകുപ്പിന്റെ ധൂർത്ത്. കേരള സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ വെട്ടി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇറങ്ങി ചക്കക്കൊമ്പൻ. വെളുപ്പിന് 5 മണിക്കാണ് ആനയിറങ്കലിന് സമീപം ദേശീയപാതയിൽ ചക്കക്കൊമ്പൻ എത്തിയത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് തോടിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ചെക്ക് ഡാം വിദഗ്ധർ സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.